2 കമ്പോസ്റ്റ് ഞാൻ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച വെജിറ്റബിൾ കമ്പോസ്റ്റാണ്. അതിൻ്റെ താഴെ ഉള്ളത് സ്ലറിയാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ലിക്വിഡ് പോലെയുള്ള ഇതൊക്കെ നമ്മൾ ഈ മഴക്കാലത്ത് ചെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ അതൊക്കെ ഒലിച്ച് പോവുള്ളൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല മണ്ണിലുള്ള സത്തുക്കളൊക്കെ മഴ പെയ്യുമ്പോൾ ഒലിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കായ്കളൊക്കെ ഉണ്ടാവാൻ കുറച്ച് പാടായിരിക്കും മഴക്കാലത്തൊക്കെ. അപ്പോൾ മഴക്കാലത്ത് നന്നായിട്ട് കായ് പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ടുള്ള വളങ്ങൾ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയത് കമ്പോസ്റ്റാണ് കേട്ടോ, വെജിറ്റബിൾ കമ്പോസ്റ്റ്. ഇതിൽ മുട്ടയുടെ തോടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുന്നത് വഴുതനങ്ങക്കാണ്. അപ്പോൾ ഇതിങ്ങനെ ചെടിയുടെ കടക്കലിൽ നിന്ന് കുറച്ച് മാറ്റി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മണ്ണ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ മണ്ണും ചേർന്നിട്ടാണ് ഞാൻ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണിട്ട് കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ എൻ്റെ വഴുതനങ്ങക്ക് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഇതുപോലെ ഉള്ള കിളകളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ അതിൻ്റെ താഴെ കരിയിലകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. ഇലകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഇല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇല അഴുകിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഉള്ള പച്ചക്കറിയുടെ വേസ്റ്റൊക്കെയാണ് കമ്പോസ്റ്റ് ആയിട്ടുള്ളത്. കരിയില കമ്പോസ്റ്റ് ആവാൻ കുറച്ചും കൂടിയൊക്കെ ടൈം എടുക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എടുത്ത കാരണമാണ് കേട്ടോ. അപ്പോൾ എത്ര ടൈമാണ് ഇതിനൊക്കെ എടുക്കുക, എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കേണ്ടതെന്നൊന്ന് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ 2 വളങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് വല്ല ചാക്കോ അല്ലെങ്കിൽ വല്ല പാട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. 2 പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊരെണ്ണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്ലറി ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലുണ്ടായിരുന്ന സ്ലറി ഞാനിപ്പോൾ വേറെ പച്ചക്കറിക്കോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്ലറി ഇപ്പോൾ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് മഴക്കാലത്ത് നല്ലത്. വേണമെങ്കിൽ മഴയൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ അടിയിൽ ഹോളിട്ടിട്ടുണ്ടായിരുന്നു. മൂടിക്കൊരു ഹോളിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ അടിവശം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കട്ട് ചെയ്തിട്ടില്ല, ഇതേപോലെ ഓപ്പൺ ആക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെ സാധാരണ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടാണ് ഈ ഒരു അടിപൊളി കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ കരിയില അത്യാവശ്യമാണ്. വെജിറ്റബിൾ കമ്പോസ്റ്റ് ആണെങ്കിൽ കരിയില എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും കരിയില മതി. ഇപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് മാവിൻ്റെ ഇലയാണ്. അപ്പോൾ ആദ്യം ഈ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് ഏതൊക്കെയാണോ, പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രമല്ല പിന്നെ ചായപ്പിണ്ടി ഉണ്ട്, മുട്ടത്തോടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ ചിരകിയതിൻ്റെ പിണ്ടിയുണ്ട്, ആ ഒരു തേങ്ങാപ്പാലെടുത്തതിന് ശേഷമുള്ള ആ ഒരു സംഭവമില്ല, അതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവിധ പച്ചക്കറിയുടെ വേസ്റ്റും ഉണ്ട് കേട്ടോ. ക്യാരറ്റിൻ്റെ വേസ്റ്റ് ഉണ്ട്, പിന്നെ പയറിൻ്റെ വേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാതും ഉണ്ട്. പിന്നെ സവാളയുടെ തൊലി, വെളുത്തുള്ളിയുടെ തൊലി, അങ്ങനെ എല്ലാം ഉണ്ട് ഇട്ടതിൽ. അപ്പോൾ ഇത് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ അന്നുള്ളത് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുപ്പിയിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഒരു ദിവസത്തെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കരിയില ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം ഒന്നും ഇട്ട് കൊടുക്കണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ നിറയുന്ന സമയത്ത് നമുക്കതിൻ്റെ മേലെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം. ഈ ഒരു കമ്പോസ്റ്റ് നമ്മുടെ മഴക്കാലത്ത് ചെടികൾ നന്നായിട്ട് തഴച്ച് വളരാനും അതുപോലെ തന്നെ നന്നായിട്ട് കായ്ഫലം ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 3-4 ആഴ്ച കൊണ്ട് നമുക്കിത് സെറ്റായി കിട്ടും. ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് റെഡിയായി കിട്ടും. ഈ കമ്പോസ്റ്റിൻ്റെയും റിസൾട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ തരം മീനിൻ്റെയും കുടലും തലയും ഒക്കെ നന്നാക്കിയതിൻ്റെ ആ വേസ്റ്റ്, വെള്ളം ഒഴികെ ബാക്കി അതിൻ്റെ ആ വേസ്റ്റ് ഫുള്ളും എടുത്തിട്ടുണ്ട്. മീനിൻ്റെ വെള്ളം എടുത്തിട്ടില്ല കേട്ടോ. വെള്ളം നമുക്ക് വേണമെങ്കിൽ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ മീനിൻ്റെ വേസ്റ്റ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചാരമാണ്. പിന്നെ നമുക്ക് നല്ല മണ്ണും വേണം കേട്ടോ. കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണും വേണം. ഇതൊരു പെട്ടെന്ന് ഈ ഒരു കമ്പോസ്റ്റ് പെട്ടെന്ന് റെഡി ആവില്ല. ഇതിനൊരു 3-4 മാസം വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഇത് മണമൊന്നുമില്ലാതെ നല്ല കമ്പോസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഒട്ടും പുഴുവൊന്നും ഇല്ലാതെ തന്നെ കമ്പോസ്റ്റ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ അതിനായിട്ട് ഒരു ഹോളൊന്നും ഇല്ലാത്തൊരു ബോട്ടിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബോട്ടിലെടുക്കുക. അതിന് ശേഷം അതിൻ്റെ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മണ്ണാണ് കേട്ടോ.
ഫസ്റ്റ് മണ്ണിട്ട് കൊടുക്കണം. പിന്നെ എന്നിട്ട് നമ്മൾ ഈ ഒരു മീനിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും മണ്ണിടുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ചാരം ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മുടെ കയ്യിൽ എത്രത്തോളം മീനിൻ്റെ വേസ്റ്റ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. കുറേ മീനിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മണ്ണും ഇടയിൽ മണ്ണും ചാരവും കൂടിയിട്ട് ഇട്ടിട്ട് വേണം ഇത് ഫില്ല് ചെയ്യാൻ. എന്നിട്ട് നമ്മുടെ ആ ഒരു ബോട്ടിൽ നന്നായി നിറയുമ്പോൾ നമുക്കത് ടൈറ്റ് ചെയ്തിട്ട് അടച്ചു വെക്കാം. മീനെല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഞാൻ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചാരം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നല്ല ടൈറ്റായിട്ട് ആ ഒരു കുപ്പി നല്ല ടൈറ്റായിട്ട് മൂടിയിട്ട് നമ്മളതൊരു തണലത്തേക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ മണ്ണിനടിയിൽ കുഴിച്ചിടാം. ഇതൊരു 6 മാസത്തിൻ്റെ ഉള്ളിൽ നല്ല കറക്റ്റ് നല്ല സൂപ്പർ കമ്പോസ്റ്റായിട്ട് കിട്ടി. അപ്പോൾ അതേപോലെ ഞാൻ കുഴിച്ചിടാത്തതാണിത് കേട്ടോ. ഞാൻ വേറൊരു കമ്പോസ്റ്റ് മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ട്, അത് ഇതുവരെ സെറ്റായിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഒരു കമ്പോസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഇത് പിന്നെ കണ്ട ഇതേപോലെ നല്ലൊരു അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു അഴുക്കോ ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിൽ കൂടുതൽ വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മണ്ണും ചാരം ഇട്ട് കൊടുത്താൽ മതിയിട്ട് ഇടയ്ക്ക് ഇത് തുറന്നു കൊടുത്തിട്ട്. അപ്പോൾ ഇതിന് വലിയ ബാഡ് സ്മെല്ലൊന്നുമില്ല. മണം ഉണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല, പക്ഷേ അത്ര അധികം മണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിൽ നിന്ന് ആ ഒരു വളം ഇതെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നോക്കിയ ഈ കമ്പോസ്റ്റൊക്കെ ഒട്ടും പുഴുവൊന്നുമില്ല. ഇതിപ്പം നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുളകിനാണ്. മുളക് കുറച്ച് ക്ഷീണത്തിലാണ് കേട്ടോ. നമ്മുടെ മുളക് ഇച്ചിരി ക്ഷീണത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം വളം ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു വളം ഈ ഒരു കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ ചെടിയുടെ കടക്കലിൽ നിന്ന് മാറിയിട്ട് കുറച്ച് നീക്കി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ മേലിൽ അത്യാവശ്യം കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് മണ്ണുണ്ട്. അപ്പോൾ എലികളൊക്കെ വന്നിട്ട് ഇത് ആകെ മാന്തും. അത് ആ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണുകൊണ്ട് മൂടിക്കൊടുക്കണം. ഇതാ ഞാനിപ്പോൾ അതിൽ മണ്ണിട്ടിട്ട് മൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ആ ഒരു ചെടിയുടെ കടക്കിൽ ഫുള്ള് മണ്ണ് ഇട്ട് കൊടുക്കാം. ഇതിന് ഇപ്പോൾ കരിയില മാത്രം ഇട്ടിട്ട് നട്ടിട്ടുള്ള മുളകായിരുന്നു. ഞാൻ അങ്ങനെ മണ്ണൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഞാനിതാ വളവും ചെയ്യാണ്. പിന്നെ അതുപോലെ കുറച്ച് മണ്ണും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.